പെരിന്തൽമണ്ണ താലൂക്കിൽ ഡെപ്യൂട്ടി തഹസിൽദാർമാരും വില്ലേജ് ഓഫീസർമാരും ഉൾപ്പെടെ റവന്യൂ വകുപ്പിൽ നിന്നും 10 പേർ വിരമിച്ചു. വിരമിച്ച ഉദ്യോഗസ്ഥർക്ക് റവന്യൂ സ്റ്റാഫ് കൗൺസിലിന്റെ ആഭിമുഖ്യത്തിൽ യാത്രയയപ്പ് നൽകി. റവന്യൂ വകുപ്പിൽ പെരിന്തൽമണ്ണ താലൂക്കിലെ ഡെപ്യൂട്ടി തഹസിൽദാർമാരും വില്ലേജ് ഓഫീസർമാരുമടക്കം 10 ഉദ്യോഗസ്ഥർ സർവീസിൽ നിന്നും വിരമിച്ചു. വിരമിച്ച ഉദ്യോഗസ്ഥർക്ക് പെരിന്തൽമണ്ണ അലങ്കാർ ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ യാത്രയയപ്പ് നൽകി. റവന്യൂ സ്റ്റാഫ് കൗൺസിലാണ് യാത്രയയപ്പ് സംഘടിപ്പിച്ചത്. ഡെപ്യൂട്ടി തഹസിൽദാർമാരായ പി മധു, ഉണ്ണി UK, താലൂക്ക് ഓഫീസ് സീനിയർ ക്ലർക്കുമാരായ എസ് മോഹനദാസ്, കെ ശശികുമാർ, കുറുവ വില്ലേജ് ഓഫീസർ റജി ടി ജോർജ്, കുരുവമ്പലം വില്ലേജ് സ്പെഷ്യൽ ഓഫീസർ കെ ഉണ്ണികൃഷ്ണൻ, കുറുവ വില്ലേജ് ഓഫീസ് ഫീൽഡ് അസിസ്റ്റന്റ് കെ ഇ അബ്ദുൽ നാസർ, താഴേക്കോട് വില്ലേജ് അസിസ്റ്റന്റ് പി അബ്ദു, പെരിന്തൽമണ്ണ വില്ലേജ് സ്പെഷ്യൽ ഓഫീസർ എൻ ജയകുമാർ, മേലാറ്റൂർ വില്ലേജ് ഓഫീസർ എൻ സുമ എന്നിവരാണ് സർവീസിൽ നിന്നും വിരമിച്ചത്. റവന്യൂ വിജിലൻസ് കോഴിക്കോട് നോർത്ത് സോൺ ഡെപ്യൂട്ടി കളക്ടർ കെ ദേവകി, പെരിന്തൽമണ്ണ തഹസിൽദാർ കിഷോർ MK, പെരിന്തൽമണ്ണ മുൻ തഹസിൽദാരും ഇപ്പോൾ മണ്ണാർക്കാട് തഹസിൽദാരുമായ M വേണുഗോപാൽ തുടങ്ങിയവർ വിരമിച്ചവർക്ക് ഉപഹാരങ്ങൾ സമർപ്പിച്ചു. ലാസ്റ്റ് ഗ്രേഡ് ജീവനക്കാരനായിട്ടാണ് ഞാൻ റവന്യൂ ഡിപ്പാർട്ട്മെന്റിൽ ജോലി ആരംഭിച്ചിട്ടുള്ളത്. തുടർന്ന് പടിപടിയായി ഡെപ്യൂട്ടി തസ്തികയിൽ നിന്ന് ഇന്ന് വിരമിക്കുകയാണ്. റവന്യൂ ഡിപ്പാർട്ട്മെന്റ് എൻ്റെ കുടുംബം തന്നെ ഒരു റവന്യൂ ഡിപ്പാർട്ട്മെന്റിന്റെ ഭാഗമാണ്. എൻ്റെ അച്ഛൻ ഒരു വില്ലേജ് ഓഫീസറായിട്ട് റിട്ടയർ ചെയ്തതാണ്. എൻ്റെ അച്ഛൻ്റെ അനിയൻ തഹസിൽദാരായിട്ട് റിട്ടയർ ചെയ്തതാണ്. എൻ്റെ ജ്യേഷ്ഠൻ തഹസിൽദാരായിട്ട് റിട്ടയർ ചെയ്തതാണ്. നിലവിൽ 3 ഡെപ്യൂട്ടി തഹസിൽദാർമാർ എൻ്റെ കസിൻസ് നിലവിൽ മലപ്പുറം ജില്ലയിലെ 3 സ്ഥലങ്ങളിലായിട്ട് ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഏറ്റവും അഭിമാനകരമായ നിമിഷമായിട്ട് തോന്നുന്നത് എൻ്റെ അച്ഛൻ വില്ലേജ് ഓഫീസറായിരുന്ന കസേരയിൽ ഞാൻ ഒരു ദിവസം അല്ലെങ്കിൽ 2.5 വർഷത്തോളം വില്ലേജ് ഓഫീസർ തസ്തികയിൽ ഇരുന്നു എന്നുള്ളതാണ്. അത് വളരെ അഭിമാനത്തോടുകൂടി ഞാൻ ഓർത്തെടുക്കുകയാണ്. പലരും പറഞ്ഞു റവന്യൂ വകുപ്പ് ഒരുപാട് വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്ന, ഒരുപാട് ആളുകളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് പൊതുജനങ്ങളുമായി നിരന്തരം സമ്പർക്കം പുലർത്തുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ്. അവിടെ നമ്മൾ ഒരു സഹാനുഭൂതിയുള്ള ജീവനക്കാരനായെങ്കിൽ മാത്രമേ നമുക്ക് നമ്മുടെ സർവീസ് ജീവിതം സന്തോഷകരമായി മുന്നോട്ട് കൊണ്ടുപോകാൻ അവസാനിപ്പിക്കാൻ കഴിയും. ഞാൻ 2004 മാർച്ച് മാസത്തിലാണ് ജോലിയിൽ പ്രവേശിക്കുന്നത്. അതിൽ 22 വർഷത്തെ സേവനത്തിൽ 8 വർഷം മാത്രമാണ് ഒരു താലൂക്ക് ഓഫീസിൽ, അതായത് ക്ലറിക്കൽ തസ്തികയിൽ താലൂക്ക് ഓഫീസിൽ ജോലി ചെയ്യുന്നത്. ബാക്കി 14 വർഷവും 14.5 വർഷവും വില്ലേജ് ഓഫീസിൽ തന്നെയാണ്. കാരണം വില്ലേജ് ഓഫീസിൽ നിന്നാണ് നമുക്ക് ഒരുപാട് അനുഭവങ്ങൾ, ആളുകളുമായിട്ട് ഇടപഴകാൻ പറ്റുക. ആ ഒരു വല്ലാത്ത അനുഭവമാണ്. ചുരുങ്ങിയ കാലയളവിനുള്ളിൽ എനിക്ക് വില്ലേജ് ഓഫീസർ തസ്തികയിലിടയിൽ എന്തെങ്കിലും എനിക്ക് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതെൻ്റെ നല്ലവരായ എൻ്റെ വില്ലേജിലെ സഹപ്രവർത്തകരുടെ സഹായം കൊണ്ട് മാത്രമാണ്. അവർക്ക് എല്ലാ നന്ദി അറിയിക്കാൻ ഞാൻ ഈ അവസരം പ്രയോജനപ്പെടുത്തുന്നു. ചുരുങ്ങിയ കാലത്തെ സേവനത്തിനുള്ള സമയമേ എനിക്ക് കിട്ടിയിട്ടുള്ളെങ്കിലും ഇത്രയും നല്ല പ്രൗഢഗംഭീരമായ ഒരു യാത്രയയപ്പ് സമ്മേളനം സംഘടിപ്പിച്ച പെരിന്തൽമണ്ണ താലൂക്കിലെ സ്റ്റാഫ് കൗൺസിലിനും എല്ലാ സഹപ്രവർത്തകർക്കും എൻ്റെ നന്ദി അറിയിക്കുന്നു. റവന്യൂ ജീവനക്കാർ, വിവിധ വകുപ്പ് തല ഉദ്യോഗസ്ഥർ, സർവീസിൽ നിന്നും പിരിഞ്ഞു പോകുന്നവരുടെ കുടുംബാംഗങ്ങൾ, ക്ഷണിക്കപ്പെട്ടവർ ഉൾപ്പെടെ നിരവധി പേർ യാത്രയയപ്പ് സമ്മേളനത്തിൽ പങ്കെടുത്തു.
സാങ്കേതിക വിദ്യ ഒരുക്കിയുള്ള എല്ലാ നേത്രരോഗ ചികിത്സാ സൗകര്യങ്ങളും വിദഗ്ധരായ ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ. അൽ സലാമ ഹൈ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ.